ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ഗോൾഡൻ ഗോൾ ഗെയിമിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഹൗ ടു ബിക്കം എ പ്രോ ഇൻ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ സീരീസ് ചെയ്തിരുന്നു. അത് നമ്മളൊരു സീരീസ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഇത് നമ്മുടെ വേറൊരു സീരീസാണ്. ഇതിനകത്ത് സ്ക്വാഡ് ബിൽഡിങ്, മെറ്റാ ഫോർമേഷൻസ്, എങ്ങനെ നമുക്ക് സ്കിൽസ് പഠിക്കാം, അങ്ങനെയൊക്കെ നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ വീഡിയോസാണ് ഈ സീരീസിനകത്ത് കൂടുതലായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ സ്ക്വാഡ് ബിൽഡിങ്ങിലോട്ട് പോകാം. ഇപ്പം ഞാൻ കറൻ്റ്ലി ഡിവിഷൻ 3 കയറാൻ വേണ്ടി യൂസ് ചെയ്തൊരു ഫോർമേഷനാണ്. ഇപ്പോൾ 3 കയറിയിട്ടേ ഉള്ളൂ. നമ്മൾ 2 തവണ 3 കയറിയിരുന്നു. പിന്നെ നമ്മൾക്ക് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിന് മുകളിലോട്ട് പുഷ് ചെയ്തിട്ടാണ്. ഇത്തവണ ഡിവിഷൻ 2 അല്ലെങ്കിൽ 1 കയറണം എന്നാണ് നമ്മുടെ ഒരു ഗോള്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഡിവിഷൻ എത്രയായിരുന്നു, 7 തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമേഷനാണ്. 7 തൊട്ട് യൂസ് ചെയ്യുന്നൊരു ഫോർമേഷനാണിത്. ഈ ഫോർമേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വക്കൂട്ടി ഗെയിമിംഗ് ഉണ്ടല്ലോ, പുള്ളി വേൾഡ് റാങ്കിങ്ങിൽ 50 ഒക്കെ എത്തിയൊരു സൂപ്പർ പ്ലെയറാണ്. അപ്പം പുള്ളിയുടെ ഒരു കസ്റ്റം ഫോർമേഷനാണിത്. അതിനകത്ത് ചില വ്യത്യാസങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ. അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നത് നല്ലതാണ്. അപ്പം ഇതിൻ്റെ സ്ക്വാഡ് ബിൽഡിങ്ങിലോട്ട് നമുക്ക് പോകാം. അപ്പം ഫസ്റ്റായിട്ട് ഗോൾ കീപ്പർ. അത് ഏത് ഗോൾ കീപ്പറാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ടീമിൽ ഏറ്റവും നല്ല ഗോൾ കീപ്പറിനെ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനകത്തൊരു ഗോൾ കീപ്പറിനെ ഇടുന്നതും നല്ലതായിരിക്കും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗോൾ കീപ്പർ. കാരണം അഥവാ മറ്റേ ഗോൾ കീപ്പറിന് ഫോം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് സെൻറ്റർ ബാക്സാണ്. നടുക്ക് ഡിസ്ട്രോയറാണ് ഏറ്റവും നല്ലത്. നടുക്കത്തെ ഡിഫൻഡർ ഡിസ്ട്രോയറാണ് ഏറ്റവും നല്ലത്. പിന്നെ ബാക്കിയുള്ള 2 സൈഡിലെ ബിൽഡപ്പ് ആയാലും നമുക്ക് ഏതായാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡിസ്ട്രോയർ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബിൽഡപ്പിനെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഈ DMF ആങ്കർമാൻ ആവുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഡിഫെൻസിന് 3CB ആയിട്ട് ഇങ്ങോട്ട് പുറകിലോട്ട് ഇറങ്ങി പുള്ളി സപ്പോർട്ട് ചെയ്യും. അത് നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസിനകത്ത് സെറ്റ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള 2 സൈഡിലെ DMs ഏതായാലും നമുക്ക് കുഴപ്പം വരുന്നില്ല. പിന്നെ AMF ഒരു ഹോൾ പ്ലെയറിനെ അല്ലെങ്കിൽ ക്രിയേറ്റീവ് പ്ലേ മേക്കർ അങ്ങനെയൊക്കെ ഇടുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഹോൾ പ്ലെയറിനെ മറ്റേ റഫീനെയാണ് ഇട്ടേക്കുന്നത്. നമ്മൾ റഫീനിയെ സബ് ചെയ്യുമ്പം ഈഡൻ ഹസാർഡിനെയാണ് ഇടുന്നത്. പിന്നെ SS ആയിട്ട് നിങ്ങളുടെ ടീമിൽ അത്യാവശ്യം കളിക്കുന്ന ഏത് SSനെ ഇടാം. ഞാൻ ഇവിടെ മെസ്സിയുടെ ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡാണ് ഇട്ടേക്കുന്നത്. സ്ട്രൈക്കർ ഗോൾ പൗച്ചർ ആണെങ്കിലും ഫോക്സ് ഇൻ ദ ബോക്സ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഡീപ്പ് ലൈൻ ഫോർവേഡ് ഇടുന്ന ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം അതിങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്ന ടൈപ്പ് ഒരു കളിയാണ്. അതെനിക്ക് ഇതിന് പറ്റുന്ന ടൈപ്പായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഹാരി കെയിനൊക്കെ ഇട്ട് നമ്മൾ കളിപ്പിച്ച് നോക്കിയായിരുന്നു, പക്ഷേ അത് ഇത്രയൊന്നും കറക്റ്റായിട്ട് വർക്കായില്ല. പിന്നെ ബാക്കിയുള്ള മറ്റേ CF ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ഗോൾ പോസ്റ്റിനാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഈ അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും മാത്രം ഓപ്പൺ ചെയ്യുന്നൊരു അക്കൗണ്ടാണ്. അതുകൊണ്ടാണ് ഈ പീറ്റർ ചെക്കനെയൊക്കെ കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മളൊരു 2 മാസം ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്യാതെ വെച്ച് പിന്നെ ലോഗിൻ ചെയ്തിട്ട് കോയിൻ കൊടുത്തപ്പം 100-200 കോയിനിലാണ് നമുക്ക് ഈ പീറ്റർ ചെക്കനെ കിട്ടിയത്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ചാലും ലോഗിൻ ചെയ്യാതെ വെച്ച് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലേയേഴ്സിനെ പെട്ടെന്ന് തരും അവർ, നമ്മളെ പിടിച്ച് ഈ ഗെയിമിൽ ഇരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനകത്തോട്ട് പോവാം. നമ്മൾ അറ്റാക്കിങ് സെൻട്രലായിട്ടുള്ള CVക്കാണ് കൊടുക്കാൻ. പിന്നെ ആങ്കറിങ് നമ്മുടെ ആങ്കർമാനും, ഡീപ്പ് ലൈൻ നമ്മളെ സെയിം ആങ്കർമാൻ തന്നെ കൊടുക്കണം. ഇതാണ് ഏറ്റവും നല്ല ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ്. പിന്നെ ഈ ഫോർമേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫെൻസും കുഴപ്പമില്ല, അറ്റാക്കിങ്ങും കുഴപ്പമില്ല. പക്ഷേ മെയിൻ എന്ന് പറഞ്ഞാൽ അറ്റാക്കിംഗ് ആണ്. ഈ പ്ലെയർ ഇങ്ങനെ പാസിലും ഈ പ്ലെയറും ഇങ്ങോട്ട് പാസിലും, അങ്ങനെ നമുക്ക് ത്രൂ ബോൾ അടിച്ച് പെട്ടെന്ന് കയറിപ്പോയി കളിക്കുന്ന പറ്റിയ ടൈപ്പ് ഒരു ഫോർമേഷനാണ്. ഇതിന് പറ്റിയ ടീം പ്ലേ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഔട്ട് വൈഡ് റെക്കമെൻഡ് ചെയ്യത്തില്ല. നമ്മുടെ കയ്യിൽ വേറെ മാനേജർ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇട്ടേക്കുന്ന മാനേജറാണ് ഇത്. പറഞ്ഞല്ലേ, ഞാൻ ഓപ്പൺ ചെയ്യാത്ത എൻ്റെ സെക്കൻഡറി അക്കൗണ്ടാണ്. അപ്പം നമുക്കിനി നമ്മളെ ഫസ്റ്റ് വീഡിയോയിൽ എങ്ങനെ സ്കിൽസ് ഇടാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ മാച്ചിൽ തന്നെ കൊണ്ടുപോയി സ്കിൽസ് ഇട്ട് തോക്കുന്നതിനേക്കാൾ നല്ലത് അക്കാഡമിയിൽ പോയി ട്രെയിനിങ് കൊടുത്തിട്ട്, ഡ്രീം ടീം കൊടുത്തിട്ട് ഫ്രീ ട്രെയിനിങ് കൊടുക്കുക, എന്നിട്ട് അറ്റാക്കിങ് പ്രാക്ടീസിന് കൊടുക്കുക. അറ്റാക്കിങ് കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് സ്കില്ല് കാണിച്ചു തരാൻ പോകുന്നത് ഡബിൾ ടച്ച് എന്ന് പറഞ്ഞ സ്കില്ലാണ്.
അതായത് ഈ ഫുട്ബോളിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കില്ലും ഏറ്റവും പഠിച്ച് വെക്കേണ്ട ഒരു സ്കില്ലുമാണ് ഡബിൾ ടച്ച്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഡബിൾ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മൾ അനക്കുന്ന ജോയ്സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഓടുന്ന ഡയറക്ഷനിൽ പിടിച്ചിട്ട് അതേ ഡയറക്ഷനിൽ നമ്മൾ ഡാഷിനെ ഇങ്ങനെ നിൽക്കണം, സൈഡിലോട്ട് 2 തവണ സ്ലൈഡിലോട്ട് ആക്കണം. കാണിച്ചു തരാം. ഇങ്ങനെ 2 തവണ നമ്മൾ ഡാഷ് ആക്കേണ്ട കാര്യമില്ല, നമ്മൾ ജോയ്സ്റ്റിക്ക് 2 തവണ അനക്കണം. നമ്മൾ കാണിച്ചു തരാം. ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഒരു തവണയും കൂടെ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ പോകുന്ന ഡയറക്ഷനിൽ തന്നെ നമ്മുടെ ജോയ്സ്റ്റിക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ഡാഷ് ഞെക്കിക്കൊണ്ട് തന്നെ ജോയ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്ലിക്ക് ചെയ്യാതെ ഉണ്ടോ. ജോയ്സ്റ്റിക്കിലോട്ട് നിങ്ങൾ നോക്കണം. ഇപ്പോൾ നമ്മൾ സ്കില്ലിടുന്നില്ല, നമ്മൾ ഫ്ലിക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കിയാൽ മതി. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഡാഷ് കൂടെ നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ, ഡബിൾ ടച്ച് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. വൺ ഓഫ് ദ ഈസിയസ്റ്റും അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്കില്ലാണ് ഡബിൾ ടച്ച്. അടുത്തത് നമ്മൾ മാസിലെ ടേണാണ് പഠിക്കാൻ പോകുന്നത്. മാസിലെ ടേൺ എന്ന് പറയുമ്പം നമ്മുടെ ഈ ചെയ്യുന്ന പ്ലെയറിന് മാസിലെ ടേൺ ഇല്ലെങ്കിൽ നമുക്കത് കിട്ടില്ല. ഒരു വേറെ സംഭവിക്കുക ഉണ്ട്. അപ്പോൾ മാസിലെ ടേൺ ചെയ്യാൻ വേണ്ടി ഇതുപോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ ഫ്ലിക്ക് ചെയ്യുന്നതെന്ന് ജോയ്സ്റ്റിക്ക് ഫ്ലിക്ക് ചെയ്യേണ്ടത് നമ്മൾ ഏത് സൈഡിലോട്ടാണോ തിരിയേണ്ട ആ സൈഡിലോട്ട് വേണം ഫ്ലിക്ക് ചെയ്യാൻ. കണ്ടോ, നമ്മൾ ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നത് അതൊന്ന് ഫ്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലിക്ക് ചെയ്തെടുത്താൽ മതി. കണ്ടോ, എന്നിട്ട് നമുക്ക് അങ്ങനെ കേളടിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ 2 സ്കില്ലെന്ന് പറഞ്ഞാൽ. ബാക്കി സ്കിൽസൊക്കെ നമുക്ക് പ്ലെയർ സ്കില്ലായിട്ട് വരുന്നത് തന്നെയാണ് മിക്കതും. വേറെ സ്കില്ല് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പിന്നെ വേറെ പഠിക്കാൻ പറ്റിയ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേക്ക് ഷോട്ട് നമുക്ക് പഠിച്ച് വയ്ക്കാൻ പറ്റിയൊരു സാധനമാണ്. ഉണ്ട്, അത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഷൂട്ട് ഞെക്കിയിട്ട് പെട്ടെന്ന് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷൂട്ട് ക്യാൻസലാവും. അത് അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു സ്കില്ലാണ്. അത് നമുക്ക് ആർക്ക് വേണേൽ പഠിക്കാം. കണ്ടു, സിമ്പിൾ സ്കില്ലാണ്. ജസ്റ്റ് ഷൂട്ട് ഞെക്കിയിട്ട് അപ്പം തന്നെ ഷൂട്ട് ചെയ്യുന്ന കൈയെടുത്തിട്ട് ഫ്ലിക്ക് ചെയ്താൽ മതി, അപ്പം തന്നെ അത് പോയിക്കോളും. സെറ്റ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. നമ്മൾ ഇനിയും ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യും. നമുക്ക് എങ്ങനെ ഡിവിഷൻ മാച്ചസ് കളിക്കാം, എങ്ങനെ പെട്ടെന്ന് കളിച്ച് കയറി പോകാം, അതൊക്കെ നമ്മൾ കാണിക്കും. പിന്നെ നമ്മൾ കാണിക്കാൻ വിട്ടുപോയൊരു സംഭവങ്ങളുണ്ട്, അത് നമുക്ക് കാണിച്ചിട്ട് നിർത്താം. സൈഡിൽ യൂസ് ചെയ്യുന്ന പ്ലെയറിന് റൈറ്റ് ഫുട്ടറും ഈ സൈഡിൽ ലെഫ്റ്റ് ഫുട്ടറും കളിക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ. ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.